എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ പരീക്ഷകളുടെ അതായത് പ്രൈവറ്റ് വിഭാഗം പരീക്ഷകളുടെ റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് vhsms.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ വ്യൂ ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു റീവാലുവേഷൻ റിസൾട്ട് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് സെക്കൻഡ് ഇയർ മാർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇഫ് എനി ചേഞ്ചസ് ഇൻ ദ സ്കോർ സെക്കൻഡ് ഇയർ മാർക്ക് ലിസ്റ്റ് അലോങ് വിത്ത് ദ റീവാലുവേഷൻ റിസൾട്ട് പേജ് ഓഫ് ദ കാൻഡിഡേറ്റ് ഹൈലൈറ്റഡ് ഷുഡ് ബി സബ്മിറ്റഡ് ടു ദ എക്സാമിങ് ടു ദ ഗെറ്റ് ദ റിവൈസ്ഡ് മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു പച്ച കളറിലുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഇവിടെ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് അത് ഡൗൺലോഡായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഡൗൺലോഡ് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാണിക്കും, അല്ലെങ്കിലും ചില സമയങ്ങളിൽ ആ ഒരു രീതിയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് അഗൈനിൽ കൊടുക്കുക, അതായത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ അത് നിങ്ങളുടെ ഡൗൺലോഡ്സിലാണ് വരിക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രൗസറിലെ ഡൗൺലോഡ്സ് ഓപ്പൺ ചെയ്യുക. അതായത് സൈഡിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അവിടെ നിന്നും ആ ഒരു ഫയൽ, അതായത് PDF ഫയലാണ്, അത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ എക്സാമിനേഷൻ മാർച്ച് 2025 റീവാലുവേഷൻ റിസൾട്ട് ഓഫ് സെക്കൻഡ് ഇയർ ആൻഡ് ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ മാർച്ച് 2025 എന്ന് പറഞ്ഞിട്ട് കാണാം. അതായത് സെക്കൻഡ് ഇയർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ റീവാലുവേഷൻ്റെയും അതുപോലെ ഫസ്റ്റ് ഇയർ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെയും അതുപോലെ പ്രൈവറ്റ് വിഭാഗം പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെയും റീവാലുവേഷൻ റിസൾട്ടാണ് ഇതിൽ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് റിസൾട്ട് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടോ എന്ന് നോക്കുക. നോക്കിയ ശേഷം ഇവിടെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ നിങ്ങൾ റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ റിസൾട്ട് എന്നുള്ള ഭാഗത്ത് വേരിയേഷൻ കാണാൻ പറ്റും. ഇവിടെ നോ വേരിയേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് ആണ് എന്നുള്ളത് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ബയോളജിയുടേത് 20 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 63 മാർക്ക് കൊടുത്തത് കാണാൻ പറ്റും. അത് പല വിദ്യാർത്ഥികളുടേതാണ്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന് നേരെ ഇയർ എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിലെ റീവാലുവേഷൻ റിസൾട്ടാണ്. അതെല്ലാം മിക്സഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതായത് ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. അതായത് ഓരോ സ്കൂളിൻ്റെ ആ ഒരു കോഡ് അടിസ്ഥാനത്തിൽ ഓരോ സ്കൂളിൽ നിന്നും ഏതൊക്കെ വിദ്യാർത്ഥികൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതിനെ ആ ഒരു ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്കൂളിലും വിദ്യാർത്ഥികൾ ആരൊക്കെ റീവാലുവേഷന് കൊടുത്തിട്ടുണ്ട്, അത് ഫസ്റ്റ് ഇയറിലേതാണോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലേതാണോ എന്നുള്ളത് ഒക്കെ മിക്സഡ് ആയിട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കൃത്യമായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിച്ചിട്ട് നോക്കുക. അതായത് പരീക്ഷയുടെ രജിസ്റ്റർ നമ്പർ അടിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് ഇയറിലേതാണോ നിങ്ങൾ കൊടുത്തത് അതിനനുസരിച്ച് അതിൻ്റെ മാർക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലേത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഏതാണെന്ന് നോക്കുക. നോക്കിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ അതിന് നേരെയായിട്ട് റിസൾട്ട് നോക്കുന്ന സമയത്ത് ഈ റീവാലുവേഷന് ശേഷം റിസൾട്ട് എത്രയാണ് എന്നുള്ളത് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ അത് ഈ ഒരു ഫസ്റ്റ് ഇയറിലേതാണോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൻ്റെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ ആ റീവാലുവേഷൻ ആണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ പേജിൽ നിങ്ങളുടെ മാർക്ക്, അതായത് വേരിയേഷൻ വല്ലതും ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള റിസൾട്ടാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തേത് നിങ്ങൾ ഏത് ഇയറിലേതാണ് ഈ റീവാലുവേഷൻ കൊടുത്തിട്ടുള്ളത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് വേറൊന്ന് കാണിച്ചു തരാം. അതായത് ഇവിടെ ഒരു വിദ്യാർത്ഥി ഈ ഒരു ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം, ഈ ഒരു വിദ്യാർത്ഥിയുടെ നോക്കുമ്പോൾ അതായത് ആ ഒരു സെയിം സബ്ജക്റ്റ് തന്നെ ആ ഒരു വിദ്യാർത്ഥി 3 സബ്ജക്റ്റുകളാണ് റീവാലുവേഷന് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് നോക്കാം, അത് സെക്കൻഡ് ഇയറിലേത് നോ വേരിയേഷനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റിൻ്റേതിൽ ഈ റീവാലുവേഷന് ശേഷം 38 ഉണ്ട് ബയോളജിക്ക്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ 65 മാർക്കുണ്ട്. അത് ഫസ്റ്റ് ഇയറിൻ്റെ ഇംപ്രൂവ്മെൻ്റ് ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏത് വർഷത്തേതാണ് നിങ്ങൾ റീവാലുവേഷന് കൊടുത്തത് അതിന് മാർക്ക് കൂടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഏകദേശം ഇത് 13 പേജാണുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇതിൽ നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്ക് വ്യത്യാസം ഉണ്ടോ എന്ന് കൂടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.